Wish you many happy returns of the day. Let this turn to be gold. Williams oh, thank you. Mr. Menon, congratulations. 35 years of harmony. That is something great. To be very frank, 35 years of slavery. അല്ല, ഇത്രയും കാലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൽ ജീവിക്കേണ്ടി വന്നൊരു ഗതികേടേ. Thank you, Lucy. Yes, coming. Excuse me. That's quite all right. Go ahead. Huh? എടോ, നമ്മുടെ സിൽവർ ജൂബിലി ഇതിലും വണ്ടർഫുൾ ആക്കണം. പക്ഷേ ഇനി വർഷങ്ങളുണ്ടല്ലോ. നമുക്ക് അഡ്വാൻസ് ആയിട്ട് ആഘോഷിച്ചാലോ? That's a very good idea. Thank you. Please be seated. മിസ്റ്റർ വില്യംസ്, ഈശ്വരൻ എനിക്കെല്ലാം തന്നു, മനസ്സമാധാനം മാത്രം തന്നില്ല. എല്ലാം നേരെയാകും മിസ്റ്റർ മേനോൻ. ടേക്ക് ഇറ്റ് ഈസി. ഇതൊരു നല്ല അവസരമാണ്. രണ്ടുപേരെയും വിളിച്ച് സംസാരിക്കും. ശരി, ഐ വിൽ ടോക്ക് ടു ദം. മോനെ, എന്റെ ദുഃഖം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാകണമെങ്കിൽ നിന്റെ മകൾ വളർന്ന് വിവാഹിതയായി അമ്മയായി ഇന്ന് എന്റെ മകൾ അനുഭവിക്കുന്ന ദുഃഖം അവൾ അനുഭവിക്കുന്നത് നീ കാണണം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ മോനെ, സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്കിള് പറയുന്നത്? Come on, my dear. മക്കളെ, നിങ്ങൾ സംസാരിക്കൂ. ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറയൂ. ഈ വയസ്സിന് അതിൽ കൂടുതലൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. കൊണ്ടുവന്നില്ലേ? ഇല്ല, അവളെ പീറ്ററായിട്ട് നോക്കിക്കോളൂ. ഇവിടെ ഒന്ന് പോകുന്നെന്ന് പറഞ്ഞത് നേരാണോ? പോകുന്നതല്ലേ നല്ലത്. എന്നെ കാണാതിരുന്നാൽ വിമലയ്ക്ക് കൂടുതൽ സന്തോഷമാവില്ലേ? അതിനുവേണ്ടിയാണോ പോകുന്നത്? പോകാൻ എനിക്ക് വേറെ കാരണങ്ങളൊന്നുമില്ല. ഒന്നുമില്ലേ? ഒരപേക്ഷയുണ്ട്. പോകുമ്പോ ഒറ്റയ്ക്ക് കടന്നു കളയരുത്. അവളെ കൂടി കൊണ്ടുപോകണം. ആരെ? നിങ്ങളുടെ സെക്രട്ടറി എലീനെ. What the hell do you mean? അവൾ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. പിണങ്ങി നിൽക്കുമ്പോഴും നിങ്ങളൊരു മാന്യനാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. നിങ്ങൾ ഇത്ര നീചനാണെന്ന് ഞാൻ കരുതിയില്ല.
ചേട്ടത്തി എന്തായി പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? അത് തന്നെ. എന്റെ സായിവേ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പോലീസിൽ ചേരാനായിരുന്നു. എനിക്ക് ഗ്രഹണിയാണെന്നും പറഞ്ഞ് അവർ എന്നെ എടുത്തില്ല. പിന്നെ നക്സലേറ്റിൽ ചേരാൻ ആഗ്രഹിച്ചു. പോലീസിന്റെ ഇടിഭയന്ന് ഞാൻ അതിലും ചേർന്നില്ല. അയ്യോ, ഈ അതിന്റെ ആവശ്യമില്ല. എന്നിട്ടാണ് ഈ വേഷം കിട്ടിയത്? അതെ. ആ അല്ല, ഇതാര്? കം കം. എലീന ഇവിടെ ഉണ്ടോ? She's here. എനിക്കൊന്ന് കാണണം. Please go inside. എലീന. ആ സതീശോ, എന്താ ഇങ്ങോട്ട്? എനിക്കൊരു കാര്യം അറിയണം. എന്ത് കാര്യം? വരൂ. നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. എന്താണ്? നിങ്ങൾ ഗർഭിണിയാണോ? ആര് പറഞ്ഞു? ആരെങ്കിലും ആകട്ടെ, ശരിയാണോ? അറിഞ്ഞിട്ട് സതീഷിന് എന്താ കാര്യം? എലീന പ്ലീസ്, എനിക്ക് അറിഞ്ഞിട്ട് ആവശ്യമുണ്ട്. ശരിയാണ്. ആരാണ്? നിങ്ങളല്ല. നോക്കൂ എലീന, ഇത് തീർത്തും നിങ്ങളുടെ പ്രശ്നമാണ്. എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഈ പ്രശ്നം എന്റെ ചേട്ടന്റെ ജീവിതം തകർക്കുന്ന മട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സോറി സതീഷ്, എന്നോടൊന്നും ചോദിക്കരുത്. എലീന പ്ലീസ്. എന്റെ ചേട്ടനാണോ? മൈ ഗോഡ്, എന്താ അനാവശ്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ലല്ലോ. ഇനി പറയാമെങ്കിൽ പറയൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയൂ. മിസ്റ്റർ നെൽസൺ, ഒരു മിനിറ്റ്. ജോർജ്, ഇതൊന്നും നോക്കിക്കോളൂ. ആ, എന്താ മിസ്റ്റർ സതീഷ്? നിങ്ങൾ എലീനെ അറിയുമല്ലോ അല്ലേ? അറിയും. അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? സതീഷിനിപ്പോ ദല്ലാള പണിയുണ്ടോ? ഇടയ്ക്ക് ഒരു രസത്തിന്. ഞാൻ 2 കുട്ടികളുടെ തന്തയാണ്. അവരുടെ അമ്മ മരിച്ചുപോയി. എന്നാലും ഇപ്പൊ കല്യാണം കഴിക്കാൻ പ്ലാനില്ല. സോറി. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? നിങ്ങൾ എലീനെ വിവാഹം കഴിക്കണം. ഇത് പണ്ടാരോ പറഞ്ഞതുപോലെയാണല്ലോ. വഴി കൂടെ പോകുന്നതിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുകയോ? തമാശ കളയും. സമ്മതിച്ചോ? മിസ്റ്റർ സതീഷ്, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. വെറുതെ ശല്യം ചെയ്തു. പ്ലീസ്. ചോദിച്ചതിന് മറുപടി പറയൂ. എനിക്ക് സമ്മതമല്ല. ഓക്കെ? സമ്മതിക്കണം. പോയി പണി നോക്കണം മിസ്റ്റർ. മിസ്റ്റർ നെൽസൺ, ആ പെൺകുട്ടി ഗർഭിണിയാണ്. നിങ്ങളാണ് അതിന് ഉത്തരവാദി. ആര് പറഞ്ഞു നിങ്ങളോട്? അവള് പറഞ്ഞു. അത് നിങ്ങൾ ചോദിച്ചപ്പോഴല്ലേ. ഞാൻ ചോദിച്ചാൽ പറയും സതീഷാണോ. അനാവശ്യം പറയരുത്. എങ്കിൽ നിങ്ങളൊന്ന് കെട്ടിക്കോ. അല്ലെങ്കിൽ ചേട്ടനോട് കെട്ടാൻ പറയും. ചിലപ്പോ ഗർഭം അങ്ങേരുടേതായിരിക്കും. മതി.
ചെയ്യാത്ത കുറ്റത്തിന് എന്റെ ചേട്ടൻ ചീത്തപ്പേര് കേൾക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം? വരൂ. എലിന, ദാ നെൽസൺ വന്നിരിക്കുന്നു. ബി ഹാപ്പി. നിങ്ങൾ സംസാരിക്കൂ. Thank you, my son. Thank you very much. You saved my daughter. സത്യസ്ഥിതി എന്തെന്നറിയാതെയാണ് ചേട്ടത്തി ചേട്ടനോട് സംസാരിച്ചത്. അതിന്റെ പേരിൽ ആ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് ചേട്ടത്തിക്ക് അറിയാമോ? ഉപദേശിക്കാണെന്ന് കരുതരുത്. ഈ വാശി കുറച്ച് കൂടുതലാണ്. വീടല്ല, റോഡാണിത്. കരയാൻ തുടങ്ങുകയാണെങ്കിൽ ഞാനിതാ പോകുന്നു. ഞാനിനി എന്ത് ചെയ്യണം? എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ മറക്കണ്ട. ഈ വിവരം ചേട്ടനെ വിളിച്ച് സംസാരിക്കണം. ഞാൻ വിളിക്കാം. ആ കണ്ണും മുഖമൊക്കെ കുറച്ച് സന്തോഷമായിട്ട് പോണം. ആരെങ്കിലും കണ്ട ബോറാ. ഇത് മുഴുവനും കുടിച്ചു തീർത്തോ? വെള്ളം ചേർത്താ കുടിച്ചത്. ചേട്ടാ, ഇനി മതി. എനിക്ക് മതിയെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? സർവ്വജനത്തിനും എന്റെ മേലെ കുതിര കയറണം, കുറ്റം പറയണം, ഉപദേശിക്കണം. ഞാൻ കുറ്റം പറഞ്ഞാലും ഉപദേശിച്ചില്ല. പിന്നെ നീ ഇപ്പൊ എന്താ ചെയ്തത്? ഇങ്ങനെ നിലവിട്ട് കുടിച്ചാൽ ചത്തുപോകും. ചാവട്ടടാ. ഞാൻ ചത്ത ആർക്ക് എന്താണാ ചെയ്തം? എനിക്കുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യും? പോയി തെണ്ട്. ഡിഗ്രിക്കാരൻ നിന്റെ ആരും ഒന്നും പറയില്ല. എന്റെ പൊന്നു കുഞ്ഞ്, ദൈവത്തെ ഓർത്ത് ഇന്നത്തേക്ക് ഇത് മതി. താൻ പോടോ. ഇത്രയും കാലം ഞാൻ മാന്യനായിട്ട് ജീവിച്ചു. എന്നിട്ട് എന്ത് ഫലം ഉണ്ടായി? ഭാര്യ ഇറങ്ങിപ്പോയിട്ട് 4 കൊല്ലമായി. മറ്റൊരു പെണ്ണിനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഗർഭിണിയായ അതെന്റെ നിലയിലായി. വല്ലപ്പോഴും ഒരു പെഗ് കഴിച്ചാ ഞാൻ കള്ളുകൂടിയനായി. ഞാൻ ഇനിയും കുടിക്കും, കുടിച്ച് കൂത്താടും, പെണ്ണും പിടിക്കും. ആരാ വരുന്നത് ചോദിക്കാൻ? ആ ചേട്ടത്തിയോ? ഒരു മിനിറ്റ് കൊടുക്കാം. ചേട്ടാ, ഫോൺ ചേട്ടത്തിയാണ്. ഏത് ചേട്ടത്തി? ചേട്ടന്റെ ഭാര്യ. ഏത് ഭാര്യ? എനിക്ക് ഭാര്യയില്ല, ആരുമില്ല. അവരിങ്ങോട്ട് വിളിച്ചതല്ലേ. ചേട്ടനുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. എനിക്ക് മനസ്സില്ല. ഞാൻ ചത്തുപോയെന്ന് പറ. അല്ലെങ്കിൽ ആ ചട്ടക്കാരി പെണ്ണിന്റെ കൂടെ ഞാൻ ഒളിച്ചോടി പോയെന്ന് പറ. ചേട്ടാ, വിടോ. ചേട്ടത്തി, എന്റെ ഭാര്യ. ഇത്രേട്ടാ, പീറ്ററേട്ടനോടെ? അപ്പുറത്തുണ്ട്. ഇന്നലെ രാത്രിയിലത്തെ പരിപാടി ഗ്രാൻഡ് ആയിരുന്നു. ഒരു ഓവറായി പോയി അല്ലേ? ഹേയ്, എന്താ കാണിച്ചതെന്നും പറഞ്ഞതെന്നും വല്ല ഓർമ്മയുണ്ടോ? ഹാങ് ഓവർ മാറ്റാൻ ഒരു സ്മോള് തരട്ടെ. ആ ചേട്ടത്തെ വിളിച്ചിരുന്നു. എപ്പോ? ഇന്നലെ രാത്രിയില്. എന്തിന്? ആ എനിക്കറിയാമോ? ചോദിക്കായിരുന്നില്ലേ?
പിന്നെ നീ ഇന്നലെ ഫാക്ടറിയിൽ ചെന്ന് സ്റ്റണ്ടൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. ശരിയാണ്, അതുകൊണ്ട് പ്രയോജനം ഉണ്ടായി. ആ, ഏലീനയുടെ കല്യാണം ഉറപ്പിച്ചു. ഫാക്ടറിയിലെ സൂപ്പർവൈസർ നെൽസൺ ആയിരുന്നു ആള്. പിന്നെ ഞാൻ ഇന്നലെ ചേട്ടത്തെ കണ്ട് സംസാരിച്ചു. ആ പിന്നെ മേലെ ഫാക്ടറിയിലും ഓഫീസിലും ഒന്നും പോയി ഹീറോ കളിച്ചേക്കരുത്. ഇന്നല്ലേ വിക്ടർ ബ്രൗൺ വരുന്നത്? ഉച്ച കഴിഞ്ഞ് എത്തുമെന്നാ ക്യാപ്റ്റൻ നായർ പറഞ്ഞത്. ഞാൻ ലഞ്ചിന് ക്ഷണിച്ചു, പക്ഷെ എത്തില്ല. ഇത്തവണ നമ്മളൊന്ന് മുറുകെ പിടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം സാഹിബ് നമ്മളെ പറ്റിച്ച. ആ നോക്കാം, വരട്ടെ. പിന്നെ ആ എലീനയുടെ പ്രശ്നം എന്തായി? അത് തീർന്നു. ദാറ്റ്സ് ഗുഡ്. എങ്ങനെ? അയാൾ അവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. ഓ, ആര്? മിസ്റ്റർ നെൽസൺ, നമ്മുടെ ഫാക്ടറിയിലെ ഓപ്പറേറ്റർ. അതിന് വിമല ശ്രീനിയെ സംശയിച്ചു അല്ലേ? ആ, അതും കേട്ടു. സോ യു ആർ സേവ്ഡ്. എനിവേ, എലീനെ ഇനി ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. എന്താ ശ്രീനിയുടെ അഭിപ്രായം? പ്രശ്നം തീർന്നു കഴിഞ്ഞില്ലേ? ആ സ്ഥിതിക്ക് തന്നെയുമല്ല, അവളെ ഇപ്പൊ പറഞ്ഞു വിട്ടാൽ ആ കുടുംബത്തിന്റെ കാര്യം കഷ്ടത്തിലാവും. സോ വാട്ട് യു സജസ്റ്റ്? വേണമെങ്കിൽ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ശ്രീനിയുടെ സെക്രട്ടറി ആയിട്ട് തുടരുന്നതിലേ എനിക്ക് എതിർപ്പുള്ളൂ. വേണ്ട, ഞാൻ ചെയ്തോളാം. ലീവ് ഇറ്റ് ടു മീ. ആ, പിന്നെ ഒരു കാര്യം, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നാലെന്ന് ആലോചിക്കുക. മിസ്റ്റർ വില്യംസ് പറഞ്ഞപ്പോൾ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ പോകുന്നതാണ് നല്ലത്. ഇവിടെ ഇങ്ങനെ ശ്വാസം മുട്ടി. തീരുമാനിച്ചോ? അനുവദിച്ചാൽ ഞാൻ പോകും. വരട്ടെ, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വി വിൽ ഡിസ്കസ്. അമ്മൂമ്മ എന്താ അമ്മയെ കൊണ്ടുവരാഞ്ഞേ? അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ മോളെ? ഇരിക്കൂ. ശിനി, സുജമോളെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്തിന്? കുറച്ചു ദിവസം അവളുടെ അമ്മയുടെ കൂടെ നിൽക്കട്ടെ. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ ശ്രദ്ധയും സ്നേഹവും അത്യാവശ്യമാണ്. നീ എന്തോന്നും പറയാത്തത്? വിമലയ്ക്ക് 3-4 വയസ്സുള്ളപ്പോ അമ്മായി അവളെ ഇട്ടേച്ച് 7 വർഷം സ്വന്തം വീട്ടിൽ പോയി നിന്നില്ലേ? അന്ന് വിമലയ്ക്ക് അമ്മയുടെ സ്നേഹവും ശ്രദ്ധയൊക്കെ എവിടെന്നാ കിട്ടിയത്? ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ഭാരതി, എന്താ ഭാരതിക്ക്? വഴക്കടിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ആരാ വഴക്കടിക്കുന്നത്? ഞാനോ അല്ല ഇവനോ? അവന്റെ വർത്താനം കേട്ടില്ലേ? എന്റെ മോളെ 4 കൊല്ലം ഞാൻ തന്നെയാ വളർത്തിയത്. ഇനി എനിക്കതിന് കഴിയും. ശ്രീനി, ഈ നാട്ടിൽ കോടതിയും വക്കീലന്മാരും ഉണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ അമ്മയുടെ കൂടെ നിർത്തണമെന്ന് ഏത് കോടതിയും പറയും. എന്നാൽ പിന്നെ കോടതിയിൽ പോയാൽ മതിയായിരുന്നല്ലോ, ഇങ്ങോട്ട് വരണമായിരുന്നു. എന്റെ നേരെ മെക്കിട്ട് കയറാൻ മാത്രമല്ലേ നിങ്ങളുടെ നാവ് പൊങ്ങൂ. എന്താ അങ്ങള് പറഞ്ഞത് ശരിയല്ലേ? ശരിയും തെറ്റും ഞാൻ തീരുമാനിച്ചോളാം. മോളെ, മോക്ക് അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും അമ്മയുടെയും കൂടെ അവിടെ താമസിക്കുന്നതാണോ ഇഷ്ടം, അതോ അച്ഛന്റെ കൂടെ ഇവിടെ താമസിക്കുന്നതാണോ ഇഷ്ടം? ഞാൻ പോയില്ല, എനിക്കെന്റെ അച്ഛൻ മതി. സുജമോൾ നീ പ്രസവിച്ച കുഞ്ഞല്ലേ, നിനക്ക് ചെന്ന് അവളെ എടുത്തോണ്ട് പോന്നാൽ എന്താ? ഇതിലിപ്പോ ഇത്ര സീരിയസ് ആക്കാനുള്ള കാര്യം എന്തിരിക്കുന്നു? എന്റെ മനുഷ്യ, നിങ്ങളുടെ ഈ ഒരുമാതിരി ചിരിയുണ്ടല്ലോ, എനിക്കെന്റെ ശരീരം വിറഞ്ഞു തീർന്നു. എന്നാൽ എന്റെ ഭാരതി, നല്ലപോലെ ഒന്ന് ഉറഞ്ഞു തുള്ളു, ഒരു ആശ്വാസം കിട്ടട്ടെ. നിങ്ങൾ ഒരുത്ത ഇതിന്റെ ഇടയിൽ കിടക്കുന്നതാ എല്ലാത്തിനും തടസ്സം. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അമ്മയ്ക്കും മോക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ തടസ്സത്തിനില്ല. അവൻ ആ കുഞ്ഞിനെയും കൊണ്ട് നാട് വിടുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാ ചെയ്യ എന്റെ ഭാരതി. നിങ്ങൾ നോക്കിക്കോ, എന്താ ചെയ്യാൻ പോകുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. നീ കാണിക്കാവുന്നൊക്കെ കാണിക്കെന്റെ ഭാരതി.